ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിത് ഷുഗറുള്ളവർക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മക്കൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ നാൾ ഹോസ്പിറ്റലിലായപ്പോൾ 3 നേരവും ഞാൻ അരി ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഷുഗർ വല്ലാതെ കൂടി, കണ്ണിന് പ്രശ്നങ്ങളായി, കാഴ്ചക്കുറവ്, കയ്യും കാല് വേദന എല്ലാം തുടങ്ങി. അപ്പം ഞാൻ അതുവരെ ചാമേരി കഞ്ഞിയല്ല, ചാമേരി ചോറും ചാമേരിൻ്റെ കഞ്ഞിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിച്ചപ്പോൾ എനിക്ക് ഷുഗർ നല്ല നോർമലായിരുന്നു. അതിന് ഞാൻ വെറും ചാമേരിയാണ് കേട്ടോ മേടിക്കുന്നത്. വെറും ചാമേരി മേടിച്ചിട്ട് ഇത്തിരി പാലൊഴിക്കും, ഇത്തിരി തേങ്ങ ചിരകിയിടും, പിന്നെ ഇത്തിരി ജീരകം ഇടും, ഉപ്പ് ഇട്ടിട്ട് ഞാൻ കഞ്ഞി വയ്ക്കും നല്ല കട്ടിയിൽ. എന്നിട്ട് പപ്പടം കാച്ചിയതോ ചമ്മന്തിയോ ഉപ്പേരിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കും. പക്ഷേ എനിക്കിത് കഴിച്ച് ശീലമുള്ളത് കൊണ്ട് ഇതിൻ്റെ എനർജി ഒന്ന് വേറെ തന്നെയാണ്. ഷുഗർ നോർമലും ആവും. ഇപ്പോൾ വീണ്ടും ഞാൻ 2-3 ദിവസമായിട്ട് ഈ ഷുഗറിൻ്റെ ചാമേരി കഴിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ 3 നേരം അരി ഭക്ഷണം കഴിച്ചപ്പോൾ ഈ കോഴി കഞ്ചാവ് അടിച്ചിട്ട് തൂങ്ങുന്ന പോലെ തൂങ്ങിയിട്ടായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്നത്. കഞ്ഞി എല്ലാം ഉണ്ട്. കഞ്ഞിയും പപ്പടം കച്ചിയതാണ് ഇന്ന് കേട്ടോ. ഇപ്പോൾ വടക്കഞ്ചേരി പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി ചാമേരി ആയതുകൊണ്ട് 160 രൂപയാണ് 1 കിലോയ്ക്ക്. ഇത് 3-4 സൈസ് ഉണ്ട്. ഞാൻ എല്ലാ സൈസും മേടിച്ച് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്പർ 1 ആയതുകൊണ്ട് 160 രൂപ, മറ്റേത് 130, 140, പല കടകളിലും പല വിലയാണ്. അപ്പോൾ എല്ലാവരും ഷുഗറുള്ളവരെല്ലാവരും ഇത് വാങ്ങി കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യമൊക്കെ ആർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ നമ്മൾ ഷുഗർ ആദ്യമായി കഴിക്കുന്നവർ ഷുഗർ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഒരാഴ്ച കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഉച്ചയ്ക്ക് 1 നേരം ഭക്ഷണമാക്കുക. രാവിലെ ഇത് കഞ്ഞി വെച്ച് എന്തെങ്കിലും ഉപ്പേരികളും പിന്നെ പപ്പടം കാച്ചിയതും ചമ്മന്തിയും എന്തും കൂട്ടിയും കഴിക്കാം. അതുപോലെ തന്നെ ഷുഗറുള്ള ആൾക്കാർ കൃത്യനിഷ്ഠതയുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് സമയമുണ്ട്. രാവിലെ 8 മണി 8:30 ഉള്ളിൽ കഴിക്കണം. ഉച്ചയ്ക്ക് 12:30 1 മണിൻ്റെ ഉള്ളിൽ കഴിക്കണം. അതുപോലെ രാവിലത്തെ ഭക്ഷണം 7 മണി 7:30 ഉള്ളിൽ കഴിച്ച് നിർത്തണം. പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല. ഇതിൻ്റെ ഇടയിൽ 11 മണിക്ക് ഒരു ചായയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്പിളോ ഒരു ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴിയാക്കിയോ ഇല്ലെങ്കിൽ മറ്റേ അത്തിപ്പഴമോ അങ്ങനെ എന്തെങ്കിലും തിന്നാം. അതുപോലെ 4 മണിക്കാണെങ്കിൽ ഷുഗർ ഫ്രീൻ്റെ 2 ബിസ്ക്കറ്റും ഒരു മധുരമില്ലാത്ത ചായയും കൂടി കുടിക്കാം. അപ്പം 7:30 ആകുമ്പോൾ ഈ ഭക്ഷണവും കഴിക്കുക. എന്നിട്ട് ഷുഗർ ഒരാഴ്ച കഴിഞ്ഞ് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഷുഗർ വളരെ നോർമലായിരിക്കും. ഞാനിതെൻ്റെ അനുഭവമാണ് എല്ലാവരോടും പറയുന്നത്. അപ്പോൾ ഷുഗറുള്ളവരെല്ലാവരും മില്ലറ്റ് ചാമേരി, നമ്മൾ മലയാളത്തിൽ ചാമ, ഇംഗ്ലീഷിൽ മില്ലറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതാ കണ്ടാവും എല്ലാവരും, അതാണ് എൻ്റെ ചാമേരി കണ്ടാവും. തേങ്ങയും ജീരകവും പിന്നെ ഇച്ചിരി പാലും ഒഴിച്ചിട്ട് കട്ടയിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് പപ്പടം കാച്ചിയതുമാണ്. ഉപ്പേരി വെക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. എല്ലാവരും കമൻ്റ് ഇടണം, ഷുഗർ ചെക്ക് ചെയ്യണം. എന്നിട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക. ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണെന്ന്. 90 72 95 51 51 ഇതാണ് എൻ്റെ നമ്പർ. എല്ലാവരും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്.